ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ ഫിസിക്സിലെ 4th സീരീസ് ആണ്. ദാറ്റ് ഈസ് ദ 4th ചാപ്റ്റർ ഇൻ ഫിസിക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ദ മോഷൻ ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലൂടെയുള്ള മോഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രെയിറ്റ് ലൈനിലൂടെയുള്ള മോഷൻ അല്ലെങ്കിൽ ഒരു ലൈനിലൂടെയുള്ള മോഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്പേസിലൂടെ അല്ലെങ്കിൽ പ്ലെയിനിലൂടെയുള്ള മോഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ദ ഫസ്റ്റ് മോഷൻ ഈസ് പ്രൊജക്ടൈൽ മോഷൻ. എന്താണ് പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ബോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എറിയാണ്. അപ്പോൾ ആ എറിയുന്ന സമയത്ത് ആ ബോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ബോൾ എറിയുകയാണെങ്കിൽ ആ ബോൾ ട്രാവൽ ചെയ്യുന്ന ആ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ആ ടൈപ്പ് ഓഫ് മോഷനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊജക്ടൈൽ മോഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ കോൺസ്റ്റൻ്റ്, അതായത് ഹൊറിസോണ്ടൽ വെലോസിറ്റി കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ ആക്സിലറേഷൻ കമ്പോണൻറ്റുമാണ് എന്തിനുണ്ടായിരിക്കുക, ഒരു പ്രൊജക്ടൈൽ മോഷൻ ഉണ്ടായിരിക്കുക. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ്റെ ഫലമായിട്ടാണ് ആ ഒരു പ്രൊജക്ടൈൽ പാത്ത് അല്ലെങ്കിൽ ആ ഒരു കേർവ്ഡ് പാത്ത് അത് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി കമ്പോണൻറ്റും ഒരു വെർട്ടിക്കൽ ആക്സിലറേഷൻ കമ്പോണൻറ്റുമാണ് ഉണ്ടായിരിക്കുക. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ അത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്രൊജക്ടൈൽ അല്ലെങ്കിൽ ഒരു പാരബോളിക് പാത്ത് അത് ഫോം ചെയ്യുന്നത്. ഇപ്പം പ്രൊജക്ടൈൽ മോഷൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പി ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് നമ്മൾ എന്ത് പാസ് ചെയ്യുന്നത്, ഇവിടെ നിന്നാണ് ബോൾ നമ്മൾ എറിയുന്നത്. അപ്പോൾ ഈ ബോൾ എറിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഹിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ഹിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാത്തിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ അല്ലെങ്കിൽ കേർവ്ഡ്, ആ ഒരു കേർവ്ഡ് പാത്തിനെയാണ് നമ്മൾ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസ് നമുക്ക് 3 പാരാമീറ്ററാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മാക്സിമം ഹൈറ്റ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്, ആൻഡ് തേർഡ് വൺ ഈസ് റേഞ്ച്. ഫസ്റ്റ് വൺ മാക്സിമം ഹൈറ്റ്, അതായത് ഈ ബോൾ ട്രാവൽ ചെയ്യുന്ന ആ മാക്സിമം അത് എത്തിച്ചേരുന്ന ഹൈറ്റിനെയാണ് നമ്മൾ മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് എച്ച് മാക്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, v0² sin square θ/2g. ഇവിടെ v0 എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി, ഇനീഷ്യലി നമ്മൾ അതിനെ എറിഞ്ഞ വെലോസിറ്റിനെയാണ് v0 എന്ന് പറയുന്നത്. Therefore എച്ചിൻ്റെ ഇക്വേഷൻ എന്താ, v0² sin square θ/2g. g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആൻഡ് നെക്സ്റ്റ് പാരാമീറ്ററാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ ബോൾ എറിഞ്ഞ് തിരിച്ചത് ഗ്രൗണ്ടിലേക്ക് ഹിറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമില്ലേ, അതിനാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ആ ടൈമിൻ്റെ ഇക്വേഷനാണ് 2v0 sin θ/g. 2v0 sin θ/g. v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ആണ്, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആൻഡ് നെക്സ്റ്റ് പാരാമീറ്റർ ഈസ് റേഞ്ച്. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ബോൾ തിരിച്ചിങ്ങോട്ടേക്ക് എത്തുന്നില്ല, അതായത് തിരിച്ച് ഗ്രൗണ്ടിൽ വന്ന് വീഴുന്നില്ലേ, ആ അങ്ങോട്ടേക്കുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് റേഞ്ചിൻ്റെ ഇക്വേഷൻ v0 sin square θ/g ആണ്. v0 sin square θ/g ആണ്. ഇത്രയാണ് പ്രൊജക്ടൈൽ മോഷനിൽ വരുന്ന പോർഷൻസ്. നെക്സ്റ്റ് വൺ ഈസ് എ സർക്കുലാർ മോഷൻ. പ്രൊജക്ടൈൽ മോഷൻ എന്താണ്, സ്പേസിലൂടെ അല്ലെങ്കിൽ പ്ലെയിനിലൂടെയുള്ള മോഷനാണ്. അതുപോലെ തന്നെ മറ്റൊരു മോഷനാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ അപ്പോൾ എന്തായിരിക്കും, ഒരു സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. സർക്കുലാർ ആയിട്ടായിരിക്കും അതിൻ്റെ മോഷൻ, അല്ലെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഒരു സർക്കംഫറൻസിലൂടെ ആയിരിക്കും അത് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമഫോൺ റെക്കോർഡിൻ്റെ മൂവ്മെൻറ്റ്. ഗ്രാമഫോൺ റെക്കോർഡ് എങ്ങനെയാണ്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, നമ്മൾ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഗ്രാമഫോൺ റെക്കോർഡ്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണ്, ഒരു സർക്കുലാർ മോഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ വീല്, ചില കേസിൽ വീലുകൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഒരു സർക്കുലാർ മോഷനാണ് നടക്കുന്നത്. അതുപോലെ നമ്മുടെ ക്ലോക്കിൻ്റെ ഹാൻഡ്, ക്ലോക്കിൻ്റെ ആ സൂചി കറങ്ങുന്നത് സർക്കുലാർ മോഷൻ അല്ലേ. അങ്ങനെ ഒരു സർക്കംഫറൻസ് ഓഫ് സർക്കിളിലൂടെയുള്ള ഒബ്ജക്റ്റിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. ഇനി ആ മോഷൻ കോൺസ്റ്റൻറ്റ് സ്പീഡിലാണെങ്കിൽ നമ്മളതിനെ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയും. കോൺസ്റ്റൻറ്റ് സ്പീഡിലാണെങ്കിൽ നമ്മളതിനെ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയും. അപ്പോൾ യൂണിഫോം സർക്കുലാർ മോഷനിൽ നമുക്ക് 2 പാരാമീറ്ററാണ് നോക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ആ സർക്കുലാർ മോഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്. ഇപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ a = v²/r ആണ്. വെർ v എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി, r ഒമേഗയാണ്. v = r ഒമേഗയാണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്, r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കിളാണ്. ഓക്കെ, അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ a = v²/r ആണ്. r നമ്മളെ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ആൻഡ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ അപ്പോൾ എന്തായിരിക്കും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഫോർ mv²/r അല്ലെങ്കിൽ mr omega² ആണ് നമ്മുടെ
ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ v²/r ആൻഡ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ mr². ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ആണ്, r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് സർക്കിൾ ആണ്. ഇനി മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ, ഒരു വെർട്ടിക്കൽ സർക്കിളിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷൻ, അതും എന്താണ് ടൈപ്പ് ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ബോഡി നമ്മുടെ വെർട്ടിക്കൽ സർക്കിളിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ഒരിക്കലും കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല, കാരണം ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ പ്രസൻസ് കാരണം ഒരിക്കലും ഒരു വെർട്ടിക്കൽ സർക്കിളിലൂടെയുള്ള ഒരു ബോഡിയുടെ മൂവ്മെൻറ്റ് എന്തായിരിക്കത്തില്ല, ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പം മിനിമം വെലോസിറ്റി, ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റ് ഓഫ് വെർട്ടിക്കൽ സർക്കിളിൽ വരുന്ന മിനിമം വെലോസിറ്റിയുടെ വാല്യൂ ഹയസ്റ്റ് പോയിന്റിൽ √g⁻ഉം ലോവസ്റ്റ് പോയിന്റിൽ √5g⁻ഉം ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് നമ്മളെ 4th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കിയത്, പ്രൊജക്റ്റൈൽ മോഷൻ നോക്കി. പ്രൊജക്റ്റൈൽ മോഷൻ്റെ കേസിൽ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ചിൻ്റെ ഇക്വേഷൻ നോക്കി. സർക്കുലാർ മോഷൻ നോക്കി, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നോക്കി, സെൻട്രിപെറ്റൽ ഫോഴ്സ് നോക്കി. അതുപോലെ തന്നെ വെർട്ടിക്കൽ സർക്കിളിലുള്ള മോഷൻ ഓഫ് പാർട്ടിക്കിൾസും അതിൻ്റെ മാക്സിമം ആൻഡ് മിനിമം വെലോസിറ്റി അറ്റ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് പോയിന്റിൽ നമ്മൾ നോക്കി. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ എ യൂണിഫോം സർക്കുലാർ മോഷൻ, ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണോ? സെക്കൻഡ് ഈസ് ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണോ? തേർഡ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഈസ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് ഒരു സർക്കുലാർ മോഷൻ്റെ പ്രത്യേകതകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് എന്താണ്, ഈസ് ദ സ്പീഡ് ഈസ് കോൺസ്റ്റൻറ്റ്, സ്പീഡ് കോൺസ്റ്റൻ്റ് ആണോ? നമ്മൾ പറഞ്ഞു യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യൂണിഫോം സ്പീഡിൽ പോകുന്ന അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന സർക്കുലാർ മോഷനെയാണ് നമ്മൾ യൂണിഫോം സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, ഈസ് ദ വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. അല്ല, വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ല, അവിടെ സ്പീഡ് മാത്രമാണ് കോൺസ്റ്റൻറ്റ്. ഡയറക്ഷൻ എങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം, ഡയറക്ഷൻ ഒരിക്കലും സെയിം ആവത്തില്ല. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റൻറ്റ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ എന്തായാലും സെയിം ആയിരിക്കും, കാരണം ഒരേ റേഡിയസിൽ ഒരേ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അപ്പോൾ ഒരേ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, പക്ഷേ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ എന്താണ്, ആക്സിലറേഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തല്ല, കോൺസ്റ്റൻ്റ് അല്ല. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഇൻ എ വെർട്ടിക്കൽ മോഷൻ ദ ആംഗുലാർ വെലോസിറ്റി ഓഫ് എ ബോഡി ചേഞ്ച്, എക്സ്പ്ലെയിൻ. അതായത് ഒരു വെർട്ടിക്കൽ മോഷനിൽ ഒരു ബോഡിയുടെ ആംഗുലാർ വെലോസിറ്റി ചേഞ്ച് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ വെർട്ടിക്കൽ മോഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ആംഗുലാർ വെലോസിറ്റി ഒരിക്കലും ഒരു വെർട്ടിക്കൽ മോഷനിൽ എന്തായിരിക്കത്തില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കത്തില്ല, അത് ചേഞ്ച് ചെയ്യും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയുടെ പ്രസൻസ് മൂലമാണ് എന്താവുന്നത്, അത് കോൺസ്റ്റൻ്റ് ആയിരിക്കാത്തത്, അത് ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ 4th ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ള മെയിൻ ടോപ്പിക്സ്. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം, നെക്സ്റ്റ് സീരീസിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും അതുവരെ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ ബൈ.